പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാർ, 61ാമത് സ്കൂൾ കലോത്സവത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. എണ്ണം കൊണ്ട് 61 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഐക്യ കേരളത്തിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. 1957 സംസ്ഥാന സ്കൂൾ കലോത്സവം ആദ്യമായി അരങ്ങേറുന്നത്. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എല്ലാം ഈ കലോത്സവത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന പല കലാരൂപങ്ങളും പുതുതായി ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പല കലാ അവതരണങ്ങളും കാലാനുസൃതമായി നവീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ചുരുക്കത്തിൽ മാറുന്ന കാലത്തിലേക്ക് പിടിച്ച കണ്ണാടിയാവുകയാണ് സ്കൂൾ കലോത്സവം. ആ അർത്ഥത്തിൽ നോക്കിയാൽ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറുന്ന വേദി എന്നതിനപ്പുറം സാമൂഹ്യ വിമർശനത്തിന്റെയും നവീകരണത്തിന്റെയും ചാലുകീറുന്നതിനായി പുതുതലമുറ വിവിധ കലകളെ ഉപയോഗപ്പെടുത്തുന്ന സാംസ്കാരിക കൂട്ടായ്മയായി ഇത് മാറുകയാണ്. നമ്മുടെ കലോത്സവത്തിന്റെ ഈ പ്രത്യേകതയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയായ ഇതിനെ വേറിട്ട് നിർത്തുന്നത്. 239 ഇനങ്ങളിലായി 14,000-ഓളം വിദ്യാർത്ഥികളാണ് വിവിധ വേദികളിലായി ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാ മത്സരാർത്ഥികൾക്കും വിജയിക്കാനാവില്ല. വിജയിക്കലല്ല, പങ്കെടുക്കുന്നതിലാണ് കാര്യം. ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നത് തന്നെ തങ്ങൾക്കുള്ള വലിയ അംഗീകാരമാണെന്ന് കരുതുന്ന സംസ്കാരം കുട്ടികൾ വളർത്തിയെടുക്കണം. കുട്ടികളോടൊപ്പം തന്നെ രക്ഷിതാക്കളും ആ സംസ്കാരം പൂർണ്ണമായി ഉൾക്കൊള്ളേണ്ടതാണ്. കഴിഞ്ഞ കാലത്ത് കലോത്സവവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കള് അനാവശ്യമായി മത്സരപ്രവണത കാണിക്കുന്നുവെന്ന പരാതി ഒരുപാട് ഉയർന്നു വന്നത് നാം കേട്ടിട്ടുണ്ട്. കുട്ടികള് അവരുടെ സർഗവാസനകൾ അവതരിപ്പിക്കട്ടെ, അത് കണ്ട് മനം കുളിർക്കുക. തന്റെ കുട്ടിയായാലും മറ്റുള്ളവരുടെ കുട്ടിയായാലും കുട്ടിയുടെ പ്രകടനത്തിൽ സന്തോഷിക്കാൻ എല്ലാ മനസ്സിനും കഴിയണം. ആ തരത്തിലേക്ക് ഉയർന്ന ചിന്തയോടെ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഈ കലോത്സവത്തെ സമീപിക്കാനാവണമെന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ. പൊതുസമൂഹത്തിൽ വലിയ പ്രചാരവും സ്വീകാര്യതയുമുള്ള കലകൾ മാത്രമല്ല, പ്രാദേശിക കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങളുമെല്ലാം ഇതിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് അന്യം നിന്നു പോകുന്ന പല കലാരൂപങ്ങളുടെയും
വീണ്ടെടുപ്പിന് സഹായിക്കുന്നത് കൂടിയാണ് ഈ കലോത്സവം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ അനിവാര്യമാണ്. ക്ലാസിക്കൽ കലാരൂപങ്ങൾ മുതൽ പ്രാക്തന കലാരൂപങ്ങൾ വരെ, ശാസ്ത്രീയ കലാരൂപങ്ങൾ മുതൽ നാടോടി കലാരൂപങ്ങൾ വരെ, അങ്ങനെ കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ കൃത്യമായ പരിച്ഛേദമായിരിക്കും ഈ വേദിയിൽ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ തെളിയുക. മഹാമാരിയുടെ ആഘാതം കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മകളെല്ലാം നിരവധി നിയന്ത്രണങ്ങളോടുകൂടിയാണ് അരങ്ങേറിയിരുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് കാലയളവിൽ മുൻകാലങ്ങളിലേതുപോലെ പൂർണ്ണമായ നിലയിൽ എന്നാൽ ഇവിടെ വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കോവിഡിന് ശേഷമുള്ള കുട്ടികളുടെ കൂടിച്ചേരലുകളുടെ മാത്രമല്ല, കലാ സാംസ്കാരിക മേഖലയുടെ ആകെ മടങ്ങിവരവിന്റെ അടയാളപ്പെടുത്തലാകട്ടെ ഈ കലോത്സവം എന്നാണ് ആശംസിക്കാനുള്ളത്. കോവിഡിനെതിരെയുള്ള മുൻകരുതലുകൾ തുടരേണ്ടതുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഇവിടെ വലിയ തോതിൽ ഇപ്പോൾ എത്തിയിട്ടില്ലെങ്കിലും ലോകത്ത് പലയിടങ്ങളിലും കോവിഡ് വ്യാപനം നടന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ കോവിഡിന്റെ പ്രത്യേകത അതിൻ്റെ അതിതീവ്ര വ്യാപനശേഷിയെ നമുക്ക് മാത്രമായി അതിൽ നിന്ന് മാറി നിൽക്കാനാകുമോ എന്ന ആശങ്കയുണ്ട്. അപ്പോൾ നേരത്തെ കോവിഡ് പ്രതിരോധത്തിന് നാം സ്വീകരിച്ച ശീലങ്ങളെല്ലാം വീണ്ടും നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. കോവിഡ് മഹാമാരിയുടെ പ്രത്യാഘാതം സ്കൂൾ കലോത്സവങ്ങളെയും ബാധിച്ചിരുന്നു. ഇത് കുട്ടികളുടെ ഉത്സവമായതുകൊണ്ട് തന്നെ മറ്റ് ഏതൊരു രംഗത്തെ ബാധിക്കുന്നതിനേക്കാളും ഗൗരവത്തോടെയാണ് നാം ഇതിനെ കണ്ടത്. കൂട്ടം ചേരുക, കളിക്കുക, ആശയങ്ങൾ കൈമാറുക എന്നിവയെല്ലാം കുട്ടികളുടെ സഹജ സ്വഭാവങ്ങളാണ്. കോവിഡ് കാരണം അതെല്ലാം ഇല്ലാത്ത അവസ്ഥയുണ്ടായി. പല കുട്ടികൾക്കും വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന നില വന്നു. അതിൽ നിന്നൊക്കെയുള്ള മോചനം പകരുന്നതാവും ഈ കലോത്സവം എന്നാണ് നാം കണക്കാക്കുന്നത്. ഭേദചിന്തകൾക്ക് അതീതമായി എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ആശയങ്ങൾ പങ്കുവെക്കാനും രസിക്കാനും പരസ്പരം രസിപ്പിക്കാനുമുള്ള വേദി കൂടിയാണ് ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ. ആ നിലക്കുകൂടി ഈ കലോത്സവങ്ങളെ സമീപിക്കാനും നാടിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഇടമായി കേരളത്തെ തുടർന്നും നിലനിർത്താൻ കഴിയുകയുള്ളൂ.
സകല മേഖലകളും ഒരു പുനർവിചിന്തനത്തിന്റെയോ പുനർക്രമീകരണത്തിന്റെയോ പാതയിലൂടെ കടന്നു പോവുകയാണ്. സ്വാഭാവികമായി കലയുടെ മേഖലയിലും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആസ്വാദകർക്ക് അനുഭവങ്ങൾ പകർന്നു നൽകൽ, അവരെ രസിപ്പിക്കൽ എന്നീ കടമകൾക്കപ്പുറം കലക്ക് നിറവേറ്റാനുള്ള സാമൂഹിക രാഷ്ട്രീയ ദൗത്യങ്ങളെക്കുറിച്ച് കൂടി പുനർവിചിന്തനം നടത്തുന്നതിന് ലോകം തയ്യാറാവുകയാണ്. ആർട്ട് ആസ് എൻ എക്സ്പ്രഷൻ ഓഫ് കമ്പാഷൻ അഥവാ കലയെ കാരുണ്യത്തിനുള്ള ഉപാധി എന്ന നിലയിൽ ഉപയോഗിക്കുന്നതിനുള്ള ചർച്ചകൾ ലോകമെമ്പാടും നടക്കുകയാണ്. വേദനയും ദുഃഖവും ദുരിതങ്ങളും അനുഭവിക്കുന്ന മനുഷ്യരെ സമാശ്വസിപ്പിക്കാനും സാമൂഹ്യ ജീവിതത്തിൽ ഒപ്പം ചേർക്കാനും ഉതകുന്നതുകൂടിയാകണം കലാപ്രകടനങ്ങൾ എന്നതാണ് ഈ പുതിയ കാഴ്ചപ്പാട്. ഈ ആശയം പുതിയതല്ല. മുൻപ് അങ്ങനെയൊരു സമാശ്വാസ ഉപാധിയായി കല ഉപയോഗിക്കപ്പെട്ടിരുന്നു. പിന്നീട് വാണിജ്യവൽക്കരണം സകല മേഖലകളിലും കടന്നു വന്നപ്പോൾ ഇത്തരം ആശയങ്ങൾ പിന്നിലേക്ക് തള്ളപ്പെട്ടുപോയി. ആ നിലക്ക് ഇടയ്ക്കെപ്പോഴോ കൈമോശം വന്ന സമാശ്വാസത്തിനുള്ള ഉപാധി കൂടിയാണ് കലയെന്ന ആശയം ഇപ്പോൾ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് വേണം കരുതാൻ.